എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെങ്ങനെ ഈസി ആയിട്ട് ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ തുണി നമ്മൾ 4 ആക്കിയിട്ട് മടക്കിയിടുന്നുണ്ട്. നമുക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം മടക്കിയിടാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്, ഇളകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിൻ കുത്തി കൊടുത്തത്. പിന്നെ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എൻ്റെ നേരെ പാരലലായിട്ട് വരുന്നത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ്, അല്ലാത്തത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പം നമ്മൾ മടക്ക് വരുന്ന ഭാഗത്തു നിന്നാണ് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ 7 ഇഞ്ചാണ്, 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക, 7.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യുക. രണ്ടും കൂടി നമ്മൾ ചേർത്ത് വരച്ചിട്ട് നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കാം. ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ബാക്കിലെ ആം ഹോളാണ്. പിന്നെ വരച്ചിട്ടുള്ളത്, അതായത് കുറച്ച് ഉള്ളോട്ടേക്ക് കയറ്റി വരച്ചിട്ടുള്ളത് ഫ്രണ്ടിലെ ആം ഹോളാണ്. എങ്ങനെയാണ് ആം ഹോൾ വരയ്ക്കാമെന്ന് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോൾഡറും ആം ഹോളും കൂടി കൂട്ടി വരച്ചിട്ട് ഒരു എൽ ഷേപ്പിൽ വരച്ച ആ പോയിന്റിൽ നിന്ന് ഒരു ആംഗിളായിട്ട് ടേപ്പ് 1.5 ഇഞ്ചിൽ പിടിച്ചിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആദ്യം കുഴിച്ച് വരയ്ക്കുന്നതാണ് ബാക്കിലെ ആം ഹോൾ. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് കുഴിച്ച് വരയ്ക്കുന്നതാണ് ഫ്രണ്ടിലെ ആം ഹോൾ. അപ്പം നമ്മൾ 2 ആം ഹോൾ വരച്ചു. പിന്നെ ചെസ്റ്റ് അളവ് ഓൾറെഡി നമുക്ക് അറിയാം, ആ അളവിലാണ് നമ്മൾ തുണി മടക്കിയിട്ടത്. അപ്പോൾ ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 4 ഇഞ്ചാണ്. ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ്. ബാക്കിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ഈ 3.5 ഇഞ്ച് നമ്മൾ ബാക്കിലെ നെക്കിന് ഇറക്കം കൊടുക്കുമ്പോൾ 3 ഇഞ്ച് ഇറക്കം വരുള്ളൂ. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ തയ്ക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് വേണം എപ്പോഴും നെക്കിന് ഇറക്കം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ എത്രയാണോ നെക്കിന് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ചേർത്തെടുക്കണം, ഫ്രണ്ടിലേക്കായാലും ബാക്കിലേക്കായാലും. എന്നിട്ട് നമ്മൾ സാധാ നോർമൽ റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. അതിനുശേഷം 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൂടി വരച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ ഷേപ്പ് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഇവിടെ 7.5 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർക്കുമ്പോൾ 9.5 ഇഞ്ച്. എന്നിട്ട് മുകളിലും താഴത്തെയും 2 പോയിൻറ്റ്സും കൂടി ചേർത്ത് വരയ്ക്കുക. എന്നിട്ട് താഴെ നമ്മൾ ഷേപ്പ് ചെയ്ത ഭാഗം മുകളിലേക്ക് 1 ഇഞ്ച് ടാപ്പ് പിടിച്ചിട്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 1 ഇഞ്ച് ടാപ്പ് പിടിച്ചിട്ട് ഒന്ന് കർവാക്കി വരയ്ക്കുക. അപ്പോൾ നമുക്ക് വരച്ച അത്രയും ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്യാം. ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുക, ബാക്കിലെ ആം ഹോൾ കട്ട് ചെയ്യുക, സൈഡ് കട്ട് ചെയ്യുക. അതിനുശേഷം ഉള്ളിലുള്ള ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യുക, ഫ്രണ്ടിലെ ആം ഹോളും കട്ട് ചെയ്യുക. ഇനി ബാക്കിലെ പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ പീസ് ഇതുപോലെ ഒന്ന് മടക്കിയിടുക. അതായത് ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് നെക്ക് കട്ട് ചെയ്ത ഭാഗം, മറ്റേത് ആം ഹോൾ കട്ട് ചെയ്ത ഭാഗം. ഇതേപോലെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം ഇനി ഒരു ടേപ്പ് എടുത്തിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എൽ ഷേപ്പിൽ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് വരയ്ക്കാം. നമ്മൾ ആ പീസ് നിവർത്തിയിടുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് 3 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക. അതായത് ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് 3 ഇഞ്ച് താഴോട്ടേക്ക് അടയാളപ്പെടുത്തുക. മറ്റേ സൈഡിൽ നമ്മൾ 7 ഇഞ്ചിൽ ഓൾറെഡി ഒരു ബോക്സ് പോലെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ഇഞ്ച് നമ്മൾ താഴത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ കാണുന്ന പോലെ, അതായത് നെക്കിൻ്റെ അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 7 ഇഞ്ച് ടച്ച് ചെയ്യണം. പിന്നെയും നമ്മൾ വരച്ച് വരുമ്പോൾ ആ 3 ഇഞ്ച് ടച്ച് ചെയ്യണം. അതായത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ നെക്ക് വരച്ച് വെച്ച ആ ഒരു കർവ് വരച്ച ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്കായിരിക്കണം. പിന്നെ അവിടുന്ന് നമ്മൾ ആം ഹോളിൻ്റെ സൈഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്കായിരിക്കണം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ വരയ്ക്കാം. വരച്ചിട്ട് ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേ പീസ് ഒരെണ്ണം കൂടി വേണം, കാരണം 2 സൈഡിലും വേണമല്ലോ. അപ്പോൾ ഒരെണ്ണം കൂടി ഇതേ അളവിൽ വേണം. അതേ സെയിം അളവിൽ നമ്മൾ ലൈനിങ്ങും കൂടി കട്ട് ചെയ്യണം. ബാക്കിലേക്ക് ഒരു പീസും ഫ്രണ്ടിലേക്ക് 2 പീസും, അങ്ങനെ നമ്മൾ ലൈനിങ്ങും കൂടി കട്ട് ചെയ്യണം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല തുണീൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തതിന് ശേഷം ആം ഹോളിൻ്റെ 2 ആം ഹോളിൻ്റെ സൈഡും നെക്കും ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുക. അപ്പം നമ്മുടെ നെക്കും ആം ഹോളിൻ്റെ സൈഡും അവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ബാക്ക് പീസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ പീസും ഇതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശം ഇതേപോലെ നമ്മൾ വെച്ചതിന് ശേഷം പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തതിന് ശേഷം ആം ഹോളിൻ്റെ സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി നെക്കിൻ്റെ ഭാഗം ഒരു തറ്റം മുതൽക്ക് അടുത്ത തറ്റം വരെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇത് ഒരു പീസിൽ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പീസ്, അതായത് ഓവർലാപ്പ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വരുന്ന പീസ് നമ്മൾ കുറച്ച് കട്ട് ചെയ്യണം.
സൈഡിൽ നിന്ന് 2 ഇഞ്ച് ഓൾറെഡി നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. അതായത് ഒരു സൈഡിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തു നിന്നാണ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക, നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത അതായത് ബാക്കിലെ പീസിൽ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ അതായത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് പീസ് ഇതേപോലെ മറിച്ചെടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുക. ഇനി നമുക്ക് ബാക്കി ഇതേപോലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്ക് ഇതേപോലെ കറക്റ്റ് നമ്മൾ തുണി ഇല്ലാണ്ട് ആ വർക്ക് മാത്രമായിട്ട് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ കുറച്ചധികം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്നെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷവും നമ്മൾ സാധാരണ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തുന്നി സെക്യൂർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം വാഷ് ചെയ്യുമ്പോൾ ഇളകിപ്പോരും. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ ഒരു പീസ് വയ്ക്കുക, അതിന് മുകളിൽ നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന പീസ് കറക്റ്റ് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിലെ പീസ് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 2 പീസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണുള്ളത്. അത് നമുക്ക് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യണം, ചേർത്തടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പീസ് കുറച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ മറ്റേ ഭാഗം രണ്ടും ഒരേപോലെയുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് അവിടെ ഒന്ന് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുക്കുമ്പോൾ അപ്പം നമുക്ക് ഏകദേശം നെക്കിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ആ നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ 2 ഭാഗത്തും ഡോറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും 2 ഭാഗത്തും ഇതേപോലെ ഡോറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാനുള്ള ഷോർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുക, ഡോറി ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ രണ്ടെണ്ണമാണ് ഞാൻ കൊടുക്കുന്നത്. ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം മുതൽക്ക് താഴെ വരെ പതിച്ചടിക്കുക. പതിച്ചടിക്കുമ്പോൾ ഈ ഡോറി ഉൾപ്പെടെയാണ് നമ്മൾ അടിക്കേണ്ടത്. ഡോറിയിൽ അത്യാവശ്യം സ്റ്റിച്ച് കൊള്ളുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് സെക്യൂർ ആയിട്ട് ഡോറി അവിടെ നിൽക്കണം. നോർമൽ സ്ലീവ് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ സ്ലീവ് എങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്ന് അറിയാമല്ലോ, അതുപോലെ ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മളിവിടെ ഓൾറെഡി ഒരു ഭാഗത്ത് അതായത് വർക്കുള്ള ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഡോറി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് നേരെ പാരലായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ഡോറി വെച്ച് കൊടുക്കുക. നേരെ ഓപ്പോസിറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിൻ കുത്തി കൊടുക്കുക കേട്ടോ. പിൻ കുത്തിയതിന് ശേഷം അതായത് നല്ല വശത്തിന് തുണി മറിച്ചിടുക. അതായത് ബാക്കിലെ സൈഡ് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് മറിച്ചിട്ടതിന് ശേഷം സ്ലീവിൻ്റെ സൈഡ് മുതൽക്ക് താഴെ വരെ നിങ്ങളുടെ സൈഡിലുള്ള അളവ് എത്രയാണോ എന്ന് വെച്ചാൽ ആ അളവ് പ്രകാരം 2 സൈഡും നിങ്ങൾ ജോയിൻ ചെയ്യുക. സ്ലീവിൻ്റെ പോർഷനും യോക്കിൻ്റെ പോർഷനും ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അതായത് സ്കേർട്ടിൻ്റെ പാർട്ട് അറ്റാച്ച് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഐക്കാർഡിൽ കൊടുക്കാം. ഇത് എപ്പോഴും ഒരു ഫ്രോക്ക് പോലെയോ അല്ലെങ്കിൽ അനാർക്കലി പോലെയോ ഉള്ള ഡ്രസ്സിൽ ഇങ്ങനെയൊരു നെക്ക് ഡിസൈൻ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.